ഫോമർ സ്റ്റുഡൻറ്, എക്സ് സ്റ്റുഡൻറ് സ്വാതി. പക്ഷെ സ്വാതി ഇപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഇവിടെ വന്നിട്ട് പിള്ളേരുകളെ പഠിപ്പിക്കുന്നു. ധനു, പത്മ, നവനീത്, നിവേദ് പോയി പല്ലെടുക്കാൻ പോയി. കാവ്യാനന്ദ് ആൻഡ് തേജസ്. ഇതൊക്കെയാണ് സ്വാതിയുടെ സ്വത്തുക്കൾ. ആൻഡ് അവിടെ ഇരിക്കുന്ന 2 മരമാക്രികൾ ആരോൺ ആൻഡ് അകുല്. അകുലിനുള്ളത് ഇപ്പോൾ തരാം. അകുല് മറ്റേ ഇന്നലെ ലീവ് എടുത്തേക്കായിരുന്നു. അവൻ മറ്റേ വേൾഡ് കപ്പ് ആയിരുന്നു, കണ്ടം കളി ക്രിക്കറ്റ്. അതിൽ 3 കളി കളിച്ചു. ആ 3 കളി കളിച്ചാൽ 2 കളി തോറ്റിട്ട് അവൻ മറ്റേ ട്രോഫി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അലമ്പുണ്ടാക്ക. നിന്റെ ടീമിന്റെ പേര് എന്നിട്ടാ പറഞ്ഞേ. എടാ കണ്ടം കളിക്ക് സ്വാതി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ കണ്ടം കളിക്കാണ് ഇവര് ലീവ് എടുക്കുന്നത്. നീ അത് അനുവദിച്ചു കൊടുത്തു. പിന്നെ നീ ഐക്കൺ പ്ലെയറിൽ അവിടുത്തെ ആ കണ്ടം കളി ആ മാച്ച് ഉണ്ട്. ഞങ്ങളൊക്കെ മാച്ച് മറ്റേ ചാനലിൽ കാണിക്കുന്നു. അപ്പൊ ഏതാ ചാനലിൽ ചോദിക്കാനായിട്ട് നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊരു ടീമിന്റെ പേരിടാ? വെർക്കൻസ് കണ്ടം ബോയ്സ്. എടാ എത്ര കളി ജയിച്ചു? 10 കളി കളിച്ചേര്. എത്ര ഓവറായിരുന്നു കളി? 5 കളി കളിച്ചു, 3 കളി ജയിച്ചു. എത്ര ഓവർ? എത്ര ഓവറാ? 6 ഓവറാ. ആ എന്നിട്ട് നീ എന്താ നിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ബാറ്റിങ്ങോ? നീ എത്ര റൺ എടുത്തു? എത്ര റൺ എടുത്തു? 50. എല്ലാ കളിയും കൂടിയിട്ടാ? 5 കളിയിൽ 10 റൺ വെച്ചിട്ട് എന്നിട്ട് ടോട്ടൽ 50 റൺ എന്നല്ല നീ പറഞ്ഞപ്പോ? ഹാഫ് സെഞ്ചുറി. ആ എത്ര ഓവറാ കളി? ഡാ ഇത് വീഴും. 6 ഓവർ കളിയിൽ നീ ഹാഫ് സെഞ്ചുറി അടിച്ചാ? എവിടെയായിരുന്നു കളി? പൊഴക്കല? എവിടെ പൊഴക്കല്? ടെറയാ? ടെറയില പോയേ? ടെറയല്ലേ? ടെറ എന്നുള്ള പേരിലല്ലേ അവിടെ? ആരൊക്കെ? എപ്പോട്ടെ സ്വാതി? പിള്ളേരൊക്കെ നോക്കിക്കോളൂട്ടാ. ബുക്ക് വായിക്കാൻ ഇപ്പോൾ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാ. ഇവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തായിട്ടാ. ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ബൈ. എന്താ പഠിച്ചോ? പഠിച്ചു വാടാ മാത്സ് എടുക്കുക. എന്തത് ക്ലാസ് ഇല്ലാത്ത ദിവസം കാലത്ത് വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അവൈലബിൾ ആവണം. നാളെ സ്കൂളില്ലാത്ത ആ അപ്പഴേ നേരത്തെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക്. കാരണം എനിക്ക് വേറെ പരിപാടികളുണ്ട്. പറടാ അവനെ കിടന്നുറങ്ങാനാ. ആ ഏകദേശം നേരത്തെ ഒക്കെ വെക്കാം. പക്ഷെ വല്ലോണ്ട് കൊണ്ട് നേരത്തെ വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പകല് രാവിലെ അങ്ങനെയൊന്നും പറ്റില്ല. ഡാ അവൻ പൈച്ചാട്ടും പിടിച്ചിരിക്കുന്നു. എൻ്റെ ഇത് കഴിഞ്ഞില്ല ഈശ്വര. മതി നിർബന്ധമില്ല. വാടാ ബുക്ക് എടുക്കടാ. ധ്യാന്റെ മാത്സ് എടുക്കാനുള്ളത്. കമോൺ. ആ പറ എന്തായി പരീക്ഷ? എന്താ ഇത് വല്ലതും പറയണ്ട? എന്തിങ്ങനെ ലുക്കിൻലാക്കിയ പാവണോ? ആ യെസ് ബോയിൽസ് ലോ ഒക്കെ ഇന്നലെ അവിടെ പറഞ്ഞു പോയതായിരുന്നു. അല്ല അത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ബോയിൽസ് ലോ എളുപ്പമായിരുന്നു. നീ ഇത് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. അത് നിന്റെ മണ്ടത്തരം. ഇത് പ്രോഫിറ്റ് ലോസ്. ആ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് പേപ്പർ തന്നെയാണ്. ഓ മൈ ഗോഡ്, ഇത് ഞാൻ ഇവർക്ക് എക്സാമിന് ഇട്ട് കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ. അത് ഇല്ലേ? ഓർമ്മ നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ആണോ? ഓ വെരി ഗുഡ്. നല്ല എക്സ്പ്രഷൻ കിട്ടിയിട്ടില്ല നമുക്ക്. കുറച്ചൊന്ന് ഇരിക്കട്ടെ കുട്ടി പറയും.
അല്ല നീ പറഞ്ഞു നമ്മുടെ അഭിപ്രായം പറഞ്ഞോണ്ട് പ്രശ്നമില്ല. ടെക്സ്റ്റിൽ ഇഷ്ടംപോലെ ഇമ്പോർട്ടന്റ് ആയ സാധനമുണ്ട്, പക്ഷെ അതൊന്നും എടുക്കാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ഒരു സാധനം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആണ് ഞാൻ പറയും വരട്ടെട്ടാ വരട്ടെ ഞാൻ പറയും അയ്യോ ഈ ചീര കയ്യിൽ കിട്ടട്ടാ നിക്ക് ഞാൻ പറയട്ടെ ഞാൻ പറയാം ഒരു മിനിറ്റ് ട്ടാ. അതായത് നാളെ ഏതൊക്കെയല്ലേ അല്ല നാളെ ഏതൊക്കെയല്ലേ അല്ല അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു കുട്ടി മരിച്ചത് സൂയിസൈഡ് അല്ല കാർഡിയാക് അറസ്റ്റ് ചെയ്തു പരീക്ഷയ്ക്ക് എഴുതാൻ പോവാതിരിക്കാൻ വേണ്ടിട്ട് അറസ്റ്റ് ചെയ്തു കുട്ടീനെ കളിയാക്കി ഹാർട്ട് അത് അയ്യോ. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഓവർ സ്ട്രെയിൻ ചെയ്ത് ഉറക്കൊക്കെ ഒഴിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും പഠിക്കാൻ. നീയല്ല പറഞ്ഞ ഈ ഫിസിക്സ് പേപ്പർ നീ കൊടഞ്ഞു ഇരുന്നിട്ട് ഒന്നുകൂടി പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി പറയാ പഠിച്ചാ കിട്ടും. കേട്ടില്ലേ എന്താ പറഞ്ഞ ഡയലോഗ്? പഠിച്ചാ കിട്ടും. പറയ്. ഇതെന്താ ഇഷ്ടപ്പെട്ടത്? ഇത് മാത്രം ബ്രൗണും ഗ്രീനും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പകുതി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഞാൻ ആൻസർ ചെയ്തു. റിഫ്രാക്ഷനൊക്കെ അല്ലേ ചോദിച്ചിട്ടുള്ളേ? ഡെൻസിറ്റി കൂടുതലുള്ളത് ഏതിനാണ്? ഏതാന്ന് അറിയണ്ടല്ലേ? ഇതൊക്കെ എത്രയോ വട്ടം ടെക്സ്റ്റിലുള്ള സംഭവം തന്നെയാണ്. എത്രയോ വട്ടങ്ങളിൽ ഞാൻ അത് അവിടെ പറഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യങ്ങൾ. ഇത് മറ്റേ സംഭവം ഓർമ്മയുണ്ടോ? ഐബോളല്ലാന്നുള്ളത് മയോപ്പിയ ഹൈപ്പർമെട്രോപ്പിയ അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇതൊക്കെ പറഞ്ഞു പോയിട്ടില്ലേ? നോക്കൂ വാട്ട് ഈസ് ദിസ് ഈസ് ജനറേറ്റർ. DC ജനറേറ്റർ. യെസ്, DC ജനറേറ്റർ. അപ്പൊ അതിന്റെ പാർട്സുകൾ സ്പ്ലിറ്ററിംഗ് വന്നിട്ട് ഈ DC ജനറേറ്റർ ആണ്. പിന്നെ ഇത് ഗാൽവനോമീറ്റർ ആണ്. അതൊക്കെ വരുമ്പോ നമുക്ക് ജനറേറ്റർ ആണെന്ന് പറയാൻ പറ്റും. ബാക്കിയുള്ള കാര്യം ഇതെന്തെന്നാ നോക്കൂ. അതായത് ഇതിപ്പോ NM എന്ന് പറയുന്നത് ഇത് വരയ്ക്കാണ്ട് ഈ NM എന്ന് പറയുന്നത് ഒരു ലെൻസാണ്. ആ ലെൻസ് എന്ന് പറയുന്നത് ഇവിടെ ഈ പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലായിട്ട് വരികയാണ്. ആ കോൺവെക്സോ അല്ല നീ ഇതെങ്ങനെ വരച്ചേ? ഇല്ല അല്ലേ? റിഫ്രാക്ഷൻ അല്ല ഇവിടെ വന്നിട്ട് ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങോട്ടാ പോണത്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കോൺവെക്സ്. അതായത് ഇത് പാരലായിട്ട് വരില്ലേ? ഈ സംഭവം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ പറയുന്ന പ്രിൻസിപ്പൽ ആക്സിസിന് ഏത് ഏതാ ചേട്ടാ എന്ന് പറഞ്ഞ പഠിക്കണം. അപ്പോൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. ട്രാൻസ്ഫോമറിന്റെ എളുപ്പമാവൂലോ ഇത്. വാട്ട് മാൻ മറ്റേ മോഡൽ എക്സാമിന് അതെ തൊലിഞ്ഞ് വന്നേക്കാണല്ലേ എല്ലാം കഴിഞ്ഞിട്ട്. ആരാ പറഞ്ഞത്? അങ്ങനെ അസംഷനിൽ നമുക്ക് പോവാം. അല്ല കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വരാന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ ഏകദേശം? നമ്മൾ കാണുന്ന ഒരു അറ്റം മാത്രമല്ല ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറഞ്ഞേ ഗൈസ്. നമ്മുടെ ശ്രീശങ്കർ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ പനി അഭിനയിച്ച് ഹിറ്റായ വൈറലായ നിന്റെ യൂട്യൂബർ ആന്ന് പറഞ്ഞിട്ട് ആരോ ചോദിച്ചില്ലടാ എൻ്റെ അടുത്ത്. നീ യൂട്യൂബിലുള്ളതല്ലേ ചോദിച്ചില്ലേ എൻ്റെ അടുത്ത് നാളൊരു ചേട്ടൻ? അല്ല വൈറലായിട്ടൊക്കെ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് വൈറലാവാം. എന്താ പറ എന്താ എന്തിന്റെ ബേസ് റേഡിയസ് തന്നുണ്ടാ? ലെങ്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഹൈറ്റ് സിലിണ്ടറിന്റെ. ഭയങ്കര. അതെ എന്തൊക്കെ ചെയ്തപ്പോ ചെയ്തോ? എങ്ങനെയാ ഏരിയ കിട്ടി?
ഇതിപ്പോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ട്രയാങ്കിളാ. അതിൽ ഈ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കുക, ഈ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കുക, രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇത് പിന്നെ ബ്രാക്കറ്റ് ഇട്ടിട്ട് 6 + 4. അപ്പോൾ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. ആ ചെയ്യാം. ഈ ക്വസ്റ്റൻ ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 + H2. ഡി എന്ന് പറയുന്നത് ഈ ഡയഗണിൽ, H1 എന്ന് പറയുന്നത് ഇതോ അല്ലെങ്കിൽ H1 എന്ന് പറയുന്നത് ഇതാക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. ആ ക്വസ്റ്റൻ. ഇനി അടുത്തതോ? അടുത്തത് അറിയണം. കമോൺ ഗെറ്റ് റെഡി. വാ ബുക്ക് എടുക്ക. നിനക്കെന്താ തോന്നിയ ഈ കാരണങ്ങൾ പറയാനായിട്ട്? ആ ഡാ നീ ഈ ഒരു കാരണം ഉണ്ടല്ലോ ഇന്നലെ വരാത്തതിന്റെ റീസൺ ഞാൻ ചോദിച്ചപ്പോ നീ പറയുന്നത് എങ്ങനെ അറിയോ? കാണാപ്പാടം പഠിച്ചു വന്ന പോലെ ഓൻ പറയാ. ആ നീ പറയും, കാരണം പറയും. ഇന്നലെ എന്നല്ല, നീ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നുണ്ട്. നീ നോട്ടബിൾ പേഴ്സൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനത്തെ സീരിയസ് ഇഷ്യൂസ് ഉണ്ടായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നലത്തെ റീസൺ വേറൊന്നല്ല. ഇന്നലെ ആബ്സെന്റ് ആയിരുന്നു സ്കൂളില്. പക്ഷെ എന്നാലും അപ്പോ ആ സമയം എല്ലാവരും രാത്രി ആയിരുന്നല്ലോ. അപ്പൊ രാത്രി ആവിട്ട് മുന്നേ എടാ നീ കഥ പറയണ്ട, നീ എന്താ റീസൺ മാത്രം നീ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്തപ്പോ അവൻ കാണാപ്പാടം പിടിച്ചൊക്കെ മറന്നുപോയി. പറയ് ഇന്നലെ വരാത്തതിന്റെ റീസൺ അത് മാത്രം പറഞ്ഞാൽ അച്ഛന്റെ മാമന്റെ വീട്ടിലായിരുന്നു. ഓക്കെ, അത് പറഞ്ഞാൽ മതി. അല്ലാതെ ഞാൻ കിടക്കാൻ നേരം വൈകി ഒന്നും പറയണ്ട ആവശ്യമില്ല. എന്നിട്ട് അവിടെ എന്തൊക്കെ ഉണ്ട്? ആട്, കോഴി, ഡക്ക്, പിന്നെ അവിടെ ഒരു ഫിഷിംഗ് ഏരിയ ഉണ്ട്. നീ അവിടെ ചെന്നിട്ട് എന്ത് എടുത്തു? അവിടെ നിന്ന് ഫിഷിംഗ് നേരം വൈകിയിരുന്നു. എന്താ കിട്ടിയ? അവിടെ നിന്ന് വല്ലതും കിട്ടിയാ? ഒന്നും കിട്ടിയില്ലേ? നിന്റെ ആദ്യത്തെ എക്സ്പ്രഷൻ പക്ഷെ ഒരു കാര്യം മനസ്സിലായി. അതെ, കസിന്റെ ഒരു തിരുകാർത്തികേയല്ലേ കഴിഞ്ഞോളം പണ്ട് ചേട്ടൻ ഇവിടേക്ക് വരുമ്പോ കരഞ്ഞവൻ ചേട്ടൻ, അവന്റെ പുതിയ വീട് അവിടെ അടുത്താന്ന്. അപ്പൊ കണ്ടിട്ട് വന്നു. അപ്പൊ ലേറ്റായി. അതൊക്കെ ഉണ്ടായിട്ട് അവസാനം ഇവിടെ ട്യൂഷനിൽ വന്നു. ശരി ശരി.